നമസ്കാരം. നത്തിങ് ഈസ് 100% സേഫ് പപ്പൻ എന്നാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും വളരെ നിസ്സാരമായി തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ചു, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകിയുമായോ അല്ലെങ്കിൽ സുഹൃത്തുമായോ ഒക്കെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി പ്രഗ്നന്റ് ആവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കുട്ടിയെ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ നിങ്ങളാണെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കും? ഈ രാഹുൽ മാങ്കോട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയുടെ പൂർണ്ണ ഭാഗങ്ങൾ ആരും തന്നെ കേട്ടിട്ടില്ല. പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഈ മാധ്യമങ്ങളോട് പുറത്തു വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാധിക്കപ്പെട്ടിരിക്കുന്ന സെക്കൻഡ് പാർട്ടിയുമായി ഇദ്ദേഹം സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ സാധിക്കില്ല. അയാൾ പ്രിപ്പയർഡ് അല്ല മെന്റലി, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹം പ്രിപ്പയർഡ് അല്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് അബോട്ട് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അതിനോട് താല്പര്യമില്ല, ഒരാൾക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായാൽ അയാളെ മറ്റേ ആൾക്ക്, ആ പാർട്ട്ണർക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവിൻസ് ചെയ്യുന്നതായിട്ടാണ് ആ ഓഡിയോ കേൾക്കുമ്പോൾ സാധാരണക്കാരനായി എനിക്ക് തോന്നുന്നു. ആ ഓഡിയോക്കിടയ്ക്ക് അദ്ദേഹം ഒന്നിനോട് തെറിയൊക്കെ പറയുന്നുണ്ട്. അതിപ്പം കാമുകിയും കാമുകനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നതോ അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ കാമുകിയും കാമുകനുമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ആളുകൾക്കോ സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആളുകൾക്കോ അതൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തും.